എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ലോക്ക്ഡൗൺ ആണെങ്കിലും നിങ്ങൾ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഷവർമ ഉണ്ടാക്കാം, അതും അവനില്ലാതെ. ഷവർമയ്ക്കൊപ്പം ഒരു ഈസി കുബൂസ് റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്, ഒന്ന് ക്രോസ് ചെയ്തും കൂടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ റിബ് കേജ് മാറ്റാതെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്ലഷ് മാത്രമാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം മതി ഒരു 6-7 ഷവർമ ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് കുറച്ച് കട്ട തൈരാണെങ്കിൽ നല്ലതായിരിക്കും, എൻ്റെ കുറച്ച് ലൂസായിപ്പോയി, അത് കുഴപ്പമില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ക്യുമിൻ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഫെന്നൽ പൗഡർ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഫ്രിഡ്ജിലൊരു 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ചിക്കൻ വേകുമ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് പച്ചരിയുടെ ഒപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രം എടുത്താണ് ചേർക്കുന്നത്. വെള്ളയപ്പത്തിനൊക്കെ ഇതിൽ നിന്ന് അല്പം ചേർത്താൽ മതി. വെള്ളപ്പം നന്നായിട്ട് പൊങ്ങി വരും, ഈസ്റ്റിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂടൊന്നുമില്ല, നേരിയ ചൂട് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി, മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. ഒന്ന് പുരട്ടി വെച്ച് അതിൻ്റെ സൈഡിലെ പാത്രത്തിലേക്ക് ഒന്ന് ആ കൈയൊന്ന് ഓയിലുള്ള കൈയൊന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം അനുസരിച്ചാണ് കുബൂസ് സോഫ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ. ഞാനിവിടെ 2.5 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. നമുക്കിനി ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 3 മണിക്കൂറായിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഫ്രൈ പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ വയ്ക്കാം. ചിക്കൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഫോം ചെയ്യുമല്ലോ, അപ്പോൾ അതൊന്ന് വറ്റുന്നത് വരെ ഒന്ന് അടച്ച് മൂടി വേവിച്ചെടുക്കണേന്. അത് കഴിഞ്ഞ് നമുക്ക് മൊരിയിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുത്ത് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് 2.5 മണിക്കൂറായിട്ടുണ്ട്, അത്യാവശ്യം പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഒന്നും കൂടെ കുഴച്ചിട്ട് ഒന്ന് ഉരുളകളാക്കി എടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി വിതറിയിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്കിതൊന്ന് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ച് ഷേപ്പ് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കാരണം ഒരു കത്തി കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ബാക്കിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ഉരുളകളും ഇങ്ങനെ അടിയിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം. ഉരുളകളാക്കിയതിന് ശേഷം ഒന്ന് മൂടി, ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി ഒരു 1/2 മണിക്കൂർ വെച്ചാൽ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരും. പക്ഷെ ഞാനൊരു 10 മിനിറ്റ് മാത്രം വെച്ചുള്ളൂ കേട്ടോ, മൂടിയൊന്നും വെച്ചില്ല, അതിനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ ചിക്കൻ തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കണം. ഫ്ലഷ് അധികമുള്ള കാരണം മൊരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം റിബ് കേജൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, അപ്പം മൊരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങളിങ്ങനെ തിരിച്ച് മറിച്ചിട്ടൊക്കെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, ഉടനെ തന്നെ പരത്തണേണ്. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, കുബൂസ് എപ്പോഴും കുറച്ച് തിക്കായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല, ഒരു സൈഡ് മാത്രം പരത്തിയാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചൂടുള്ള തവയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ, ആ ഒരു സൈഡ് പതുക്കെ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ കുറച്ചിങ്ങനെ കുമ്പളകൾ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അത് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പൊങ്ങി നന്നായിട്ട് വന്നോളും. അപ്പോൾ കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഷവർമയ്ക്ക് വേണ്ടിയുള്ള മയണൈസും മോൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ജോലിയും കഴിഞ്ഞ് കിട്ടി. മയണൈസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലിൽ പിടിച്ചിരിക്കണൊക്കെ കൈ കൊണ്ടൊന്ന് ഷ്രെഡ് ചെയ്തിടാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഒരു ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇവിടെ 2 പിടി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, ഒരൽപ്പം ക്യുക്കമ്പർ, പിന്നെ ക്യാപ്സിക്കം കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരൽപ്പം മാത്രം തക്കാളി കട്ട് ചെയ്ത്, ഒരു തക്കാളിയുടെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പച്ചക്കറിയെല്ലാം മിക്സ് ചെയ്തപ്പോൾ ആ ചിക്കൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കഴിക്കാൻ നേരത്തെ ചൂട് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കാൻ നോക്കുക. ഇനി നമുക്ക് കുബൂസിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് മയണൈസും തേച്ച് കൊടുക്കാം. ഞാൻ ഒരു 2-3 ടീസ്പൂൺ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫില്ലിങ് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് മയണൈസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് റോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചപ്പോൾ തന്നെ ഇതായിട്ടിരുന്നു. പിന്നെ വീട്ടിൽ കഴിക്കാനാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല, പ്ലേറ്റ് ഷവർമ ആയാലും മതി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കടയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്